Hello, welcome to anooptube. അപ്പോൾ നമ്മൾ നോക്കുന്നത് STL കണ്ടെയ്നേഴ്സിലുള്ള നെക്സ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ STL കണ്ടെയ്നേഴ്സിൽ നമുക്ക് വെക്ടർ, നമ്മൾ പെയർ, ടപ്പിൾ, മാപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് വേറൊരു തരത്തിലുള്ള ഒരു കണ്ടെയ്നർ കൂടി നമുക്ക് അവൈലബിൾ ആണ്, ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ പൈത്തൺ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ, പൈത്തൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നിങ്ങൾക്ക് അറിയാണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ പേരിനോട് സിമിലാരിറ്റി ഉള്ള ഒരു കണ്ടെയ്നറാണ് നമ്മുടെ STD ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടെയ്നർ നമ്മുടെ C++ൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് STD നെയിം സ്പേസിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പറയണത് STD ലിസ്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ STD : ലിസ്റ്റ് എന്ന് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷൻ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ STD ലിസ്റ്റ് എന്താണെന്നും അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നും എന്താണ് അത് യൂസ് ചെയ്യുന്നതിനുള്ള ഗുണം, നമ്മൾ ഏത് ടൈമിലാണ് നമ്മൾ STD ലിസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ് ഒരു ലിസ്റ്റ്, അതായത് STD ലിസ്റ്റ് കൊണ്ട് എന്താണ് നമ്മൾ C++ൻ്റെ ഡെവലപ്പേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ബാച്ചിലർ ഡിഗ്രീസിലോ അല്ലെങ്കിൽ നമ്മളെ +1-ലോ +2-ലോ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് നോഡ്സ്, അതിനെയാണ് നമ്മൾ സിംപ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ STD ലിസ്റ്റ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. അതായത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് നമ്മുടെ STL കണ്ടെയ്നർ ആയിട്ടുള്ള STD ലിസ്റ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ STD വെക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഒരു കണ്ടെയ്നർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, പക്ഷേ ഈ STD വെക്ടർ എന്ന് പറയുന്നത് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് അല്ല, അതിൻ്റെ ബാക്ക് എൻഡിൽ, അതായത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിസ്റ്റ് ആയിട്ടല്ല, അതൊരു ഡൈനാമിക് അറേ ആയിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി STD വെക്ടർ എന്ന് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് ഇതിന് വരുന്ന ഇതിലൂടെ തന്നെ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഈ STD ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് സിംപ്ലി ഒരു ലിങ്ക്ഡ് ലിസ്റ്റാണ്. അതിനെ നമ്മുടെ പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് STD ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ STD ലിസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഹെഡർ ഫയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് #include എന്ന് എഴുതാം, അതിനുശേഷം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഓൾറെഡി ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണ്, എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി സിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് അറിയണമെന്ന് താല്പര്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് STD ലിസ്റ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നതിൻ്റെ സിൻടാക്സ് ആണ് കേട്ടോ. ഓക്കെ, സിൻടാക്സ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് STL കണ്ടെയ്നേഴ്സ് എല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ STD നെയിം സ്പേസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ STD : നമ്മൾ യൂസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് എന്ന് പറയുക. അതിനുശേഷം അതിൻ്റെ ടൈപ്പ്, ഓക്കെ, അതിൻ്റെ ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് ലിസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇൻറ്റിജർ ലിസ്റ്റ് ആണെങ്കിൽ ഇൻറ്റിജർ എന്ന് എഴുതുക, അല്ലെങ്കിൽ ഡബിൾ ആണെങ്കിൽ ഡബിൾ എന്ന് എഴുതുക, അതായത് ക്ലാസ് ആണെങ്കിൽ ക്ലാസിൻ്റെ പേര് എഴുതുക. ഓക്കെ, നമ്മളിവിടെ ഡാറ്റ ടൈപ്പ് എഴുതുക. ഓക്കെ, ഡാറ്റ ടൈപ്പ് എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വേരിയബിൾ നെയിം എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു സിംപിളി ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് നമ്മൾ ബേസിക്കലി ഉള്ള ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് ഈ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞാൽ വേരിയബിൾ നമ്മൾ അതിൻ്റെ വാല്യൂസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെക്ടർ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, 15 നമുക്ക് എന്താണോ ടൈപ്പ് ഉള്ളത് വെച്ചാൽ ഡാറ്റ ടൈപ്പ് എന്താണ് കൊടുത്ത് അതിൻ്റെ അതേ വാല്യൂസ് നമുക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് STD ലിസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്നിരിക്കുന്നത് എന്താണ് STD ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐഡിയ കിട്ടിയെന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ബേസിക് ഒരു സിമ്പിൾ STD ലിസ്റ്റ്, നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, സിമ്പിൾ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, STD : എന്ന് എഴുതുക, അതിനുശേഷം ലിസ്റ്റ് എന്ന് എഴുതുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിട്ട് ടൈപ്പ്, ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഇൻറ്റിജർ ടൈപ്പ് ഉള്ള ഒരു ലിസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ വേരിയബിളിൻ്റെ പേര് എഴുതി, ഞാൻ മൈ ലിസ്റ്റ് എന്നാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. മൈ ലിസ്റ്റ് എന്ന് എഴുതി, അതിനുശേഷം സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക്കലി ഉള്ള ഒരു STD ലിസ്റ്റ്, ഒരു സിമ്പിൾ ലിങ്ക്, ഒരു ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ ലിങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നമുക്ക് വേരിയബിൾസ് അതിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ കൊടുക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ 10, 11, 45, 45, 87,
32 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ലിങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ലിങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി. ഇപ്പോൾ നമുക്കിതിനെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഫോർ ലൂപ്പ്. ഒരു ബേസിക് ഫോർ ലൂപ്പ് നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക? ഇൻഡ് ടൈപ്പ് ആവുകൊണ്ട് ഇൻഡ് എന്ന് എഴുതിയതിന് ശേഷം ഞാൻ ജസ്റ്റ് മൈ ലിസ്റ്റ് എന്ന് കൊടുത്തു. ഓക്കെ, മൈ ലിസ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 10, 11, 45, 72, 87, 32 എന്ന് പറഞ്ഞ സംഭവം ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത അതേ ഓർഡറിലാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓർഡേഡ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഒരു അൺഓർഡേഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിവിടെ പഠിച്ചത് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർഡേഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത് അതിൻ്റെ ഓർഡർ പ്രിസർവ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കലി ഒരു സിംപിളി ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചു. ലിങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി അതിനുശേഷം പ്രിന്റ് ചെയ്യാൻ നമ്മൾ സിംപിളി പഠിച്ചു. നമുക്കത് സിമ്പിൾ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് തന്നെ പ്രിന്റ് ചെയ്യാൻ പറ്റും. നോ പ്രോബ്ലം. വേറൊരു ഫംഗ്ഷനാലിറ്റി ഒന്നും നമ്മുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഇതല്ല നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. അതല്ല നമുക്ക് ഈ ലിങ്ക് ലിസ്റ്റിലോട്ട് വീണ്ടും എലമെന്റ്സ് ആഡ് ചെയ്യണം. ഓക്കെ, യൂസറിനോട് ചോദിച്ചിട്ടോ എങ്ങനെ മനസ്സിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ യൂസറിനോട് ചോദിക്കുന്ന പ്രോംപ്റ്റ് ഒന്നും കാണിക്കുന്നില്ല, സിംപിളി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പുഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസേർട്ട് മെത്തേഡ്. ഓക്കെ, അത് നമുക്ക് വെക്ടറിലുള്ള അതേ ഇൻസേർട്ടിംഗ് മെക്കാനിസം തന്നെയാണ് നമുക്ക് ഇവിടെയുള്ളത്. അപ്പോൾ മൈ ലിസ്റ്റ് ഡോട്ട് പുഷ് ബാക്ക് ഓഫ്. ഓക്കെ, പുഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ബാക്കിലോട്ട് നമുക്ക് പുഷ് ബാക്ക് ചെയ്ത് പോവാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് 100 എന്നാണ് കൊടുത്തത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, 100 എന്ന് പറഞ്ഞ സാധനം ലാസ്റ്റാണ് ഇൻസേർട്ട് ആയിട്ടുള്ളത്. ഇനി അത് കൂടാതെ തന്നെ നമുക്കുള്ള ഒരു അടുത്തൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ഫ്രണ്ട് ആണ്. ഓക്കെ, മൈ ലിസ്റ്റ് ഡോട്ട് പുഷ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വെക്ടറിൽ നമുക്ക് പുഷ് ബാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇവിടെ നമുക്ക് പുഷ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ട്. പുഷ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 56 നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ട് ഇൻസേർട്ട് ആയിക്കോളും. ഓക്കെ, ജസ്റ്റ് ഇത് വീണ്ടും കമ്പൈൽ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 56 എന്ന് പറഞ്ഞ സംഭവം എന്ത് ചെയ്തു? ഫ്രണ്ടിലോട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസേർഷൻ ഓപ്പറേഷൻ നമുക്ക് 2 ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത് കൂടാതെ തന്നെ നമുക്കൊരു സ്പെസിഫിക് ലൊക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് എലമെന്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. സിമ്പിളി നമുക്ക് ഇൻസേർട്ട് ചെയ്യണത് മൈ ലിസ്റ്റ് ഡോട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ള ആർഗ്യുമെന്റ് കൊടുക്കാൻ പറ്റും. അതിന് ഒരു ഇറ്ററേറ്റർ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇറ്ററേറ്റർ നമുക്ക് ഫസ്റ്റ് എലമെന്റ് ആണോ സെക്കൻഡ്, ഇപ്പോൾ നമുക്ക് ഒരു എലമെന്റിന് ശേഷം ഏതൊരു എലമെന്റിന് ശേഷമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആ എലമെന്റ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇറ്ററേറ്റർ കൊടുക്കുക, അതിനുശേഷം നോക്കുക ഫസ്റ്റ് എലമെന്റ് കഴിഞ്ഞിട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ടത് നെക്സ്റ്റ് എലമെന്റിന്റെ ഇറ്ററേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് std : നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ നമുക്കുണ്ട്. ഓക്കെ, std : നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മൈ ലിസ്റ്റ് ഡോട്ട് ബിഗിൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ മൈ ലിസ്റ്റ് ഡോട്ട് ബിഗിൻ എന്ന് പറഞ്ഞ സാധനം 10ലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. std നെക്സ്റ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചായിരിക്കും അടുത്ത ഇറ്ററേറ്റർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിനുശേഷം കോമ ഇട്ടിട്ട് നമ്മൾ ഏത് വാല്യൂ ആണ് കൊടുക്കേണ്ടത് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് 999 കൊണ്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഇൻസേർട്ട് ചെയ്തു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ./add വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ 999 സാധനം 56 കഴിഞ്ഞിട്ടായിരിക്കും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കൊടുക്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക്കലി നമുക്കൊരു ഇൻസേർഷൻ ഓപ്പറേഷൻ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻസേർഷൻ ഓപ്പറേഷൻ അല്ല നമുക്ക് ഒരു എലമെന്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇറേസ് ചെയ്യണം, അതായത് ഓരോ എലമെന്റ് കളയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നമുക്ക് കളയാൻ പറ്റും. അതിന് നമുക്ക് പുഷ് ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഓരോ ഓപ്പറേഷനാണ് പോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എലമെന്റ് ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മൈ ലിസ്റ്റ് ഡോട്ട് പോപ്പ് എലമെന്റ് പറഞ്ഞിട്ട് ഞാൻ പോപ്പ് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ വിളിച്ചു വിചാരിക്കാം. പോപ്പ് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാണ് വിളിച്ചെങ്കിൽ നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലാസ്റ്റ് 100 എന്ന് പറഞ്ഞ എലമെന്റ് എന്തായിരിക്കും ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഇപ്പോൾ 32 ശേഷം 100 എന്ന് പറഞ്ഞ സാധനം ഡിലീറ്റ് ആയി പോയി. ഇനി അതല്ല എനിക്ക് വേണ്ടത് ഫ്രണ്ടത്തെ എലമെന്റ് ആണ് പോകേണ്ടതുണ്ടെങ്കിൽ ഞാൻ മൈ ലിസ്റ്റ് ഡോട്ട് പോപ്പ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. ഫ്രണ്ടിൽ നിന്ന് ഏതാണ് നമുക്ക് ഇപ്പോൾ 56 ഉള്ളത് അത് നമുക്ക് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, 56 പോയി 999 മാത്രമായി. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇനി നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലുള്ള ഒരു സാധനം ഡിലീറ്റ് ചെയ്ത് പോകണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റത്തെ എലമെന്റ് ഡിലീറ്റ് ചെയ്ത് പോകണം. 999 എനിക്ക് ഡിലീറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എലമെന്റ് പോപ്പ് ഫ്രണ്ട് വിളിക്കാം. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇറേസ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ഇറേസ് ഓഫ് അതിലോട്ട് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ഇറ്ററേറ്റർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇറ്ററേറ്റർ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് എലമെന്റ് അല്ലേ, ഫസ്റ്റ് എലമെന്റ് ഡോട്ട് ബിഗിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് എലമെന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു 10 എന്ന് പറഞ്ഞ സംഭവം കിട്ടി. ഓക്കെ, 999 ഡിലീറ്റ് ആയി. ഇതിന് മുമ്പുള്ള എന്തായിരുന്നു 999 ഉണ്ടായിരുന്നു, 999 ഡിലീറ്റ് ആയിട്ട് 10 ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയെന്നായിരിക്കും എങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടി. ഓക്കെ, ഇനി നമുക്ക്
ഈ എൻ്റയർ ലിസ്റ്റിനെ നമുക്ക് ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റയർ ലിസ്റ്റിനെ നമുക്ക് ഇറ്ററേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി ഇങ്ങനത്തെ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഇതല്ലാത്തൊരു ഫോർ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഫോർ ലൂപ്പ് എന്തായിരുന്നു? ഇറ്ററേറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഇറ്ററേറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോർ ലൂപ്പ് എഴുതുക. ബേസിക്കലി ഉള്ളൊരു ഫോർ ലൂപ്പാണ്. ഓക്കെ, അതിനുശേഷം ഈ ഇറ്ററേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്? STD ലിസ്റ്റ് ഓഫ് ഇൻഡ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇറ്ററേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് STD ലിസ്റ്റ് ഓഫ് ഇൻഡ് എഴുതിയതിനു ശേഷം കോളൻ ഇറ്ററേറ്റർ എന്ന് എഴുതി, അതിനുശേഷം IT എന്ന് എഴുതി, ഓക്കെ, IT ഈക്വൽ ടു മൈ ലിസ്റ്റ് ഡോട്ട് ബിഗിൻ എഴുതി. അപ്പോൾ ബിഗിനിലോട്ട് പോയിന്റ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ എൻഡ് കണ്ടീഷൻ കൊടുക്കണം. IT നോട്ട് ഈക്വൽ ടു മൈ ലിസ്റ്റ് ഡോട്ട് എൻഡ് എന്ന് കൊടുത്തു. IT ++ ഇറ്ററേറ്റർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്ററേറ്റർ ++ എന്ന് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ പ്രിന്റ് ചെയ്യാൻ ഇറ്ററേറ്റർ എന്ന് പറഞ്ഞാൽ ബിഗിൻ ഒരു പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്ററാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? IT എന്ന് എഴുതി. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 തരത്തിലുള്ള പ്രിന്റിംഗ് ആണ് നമ്മൾ പഠിച്ചിട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു STDC ഔട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ 2 തവണ നമുക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള പ്രിന്റിംഗ് നമുക്ക് ഒരു ഇറ്ററേഷൻ നമ്മൾ പഠിച്ചു ഓൾറെഡി. ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട്, നോർമൽ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ പഠിച്ചു. അതല്ലാതെ ഒരു ഇറ്ററേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇതും ബേസിക്കലി നമ്മൾ വെക്ടറിൽ പഠിച്ച അതേ സംഭവം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അത്രയും സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ഇറ്ററേറ്റ് ചെയ്യുക എന്നുള്ള സംഭവം പഠിച്ചു വിചാരിക്കുന്നു. ഇനി നമ്മൾ വെക്ടറിൽ പഠിച്ച പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ മാപ്പിൽ പഠിച്ച പോലെ തന്നെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഫൈൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ് STD ഫൈൻഡ് എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മൈ ലിസ്റ്റിനകത്ത് നമുക്ക് ലിസ്റ്റ് ഡോട്ട് ഫൈൻഡ് എന്നുള്ളൊരു മെത്തേഡ് ഇല്ല. ഓക്കെ, ഫൈൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇല്ല, അല്ലെങ്കിൽ സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒന്നും നമുക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെസിഫിക്കലി ഒരു ഫംഗ്ഷനാണ് STD ഫൈൻഡ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു സ്പെസിഫിക്കലി ഒരു ഇറ്ററേറ്റർ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഒരു ഇറ്ററേറ്ററിലോട്ടായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. സ്പെസിഫിക്കലി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ എൻഡിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൈ ലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? മൈ ലിസ്റ്റിൽ നമുക്കൊരു 999 എന്ന് പറഞ്ഞിട്ട് ഒരു എലമെന്റ് ഉണ്ടോ നമ്മൾ സെർച്ച് ചെയ്യണം. ഇപ്പോഴത്തെ നമ്മുടെ മൈ ലിസ്റ്റിലും 999 പറഞ്ഞ എലമെന്റ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് STD എന്ന് എഴുതിയതിനു ശേഷം ഫൈൻഡ് STD ഫൈൻഡ് എന്ന് സെർച്ച് ചെയ്യുക. ഫൈൻഡ് ഓഫ് നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൊരു ഇറ്ററേറ്റർ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താണ്? മൈ ലിസ്റ്റ് ഡോട്ട് ബിഗിൻ എന്ന് കൊടുക്കുക. അതിനുശേഷം ഏതുവരെയാണ് സെർച്ച് ചെയ്യുന്നത്? മൈ ലിസ്റ്റ് ഡോട്ട് എൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സെർച്ച് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. സെർച്ച് വാല്യൂ എന്താണ്? നമുക്കിവിടെ 999 ആണ്. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇറ്ററേറ്റർ ആയിരിക്കും. അപ്പോൾ ഏതിലോട്ടുള്ള ഇറ്ററേറ്റർ ആയിരിക്കും ഉണ്ടാവുക? മൈ ലിസ്റ്റ്, നമ്മൾ ഇതിൻ്റെ ഇറ്ററേറ്റർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇറ്ററേറ്റർ കോപ്പി ചെയ്തു. ഇറ്ററേറ്റർ ഫൈൻഡ് ഐറ്റർ ഈക്വൽ ടു STD ഫൈൻഡ് ഓഫ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ STD ഫൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഇൻക്ലൂഡ് അൽഗോരിതം. ഇത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് STD ഫൈൻഡ് നമുക്ക് കിട്ടും. അത് നമുക്ക് ഫൈൻഡ് ഇറ്ററേറ്റർ കിട്ടി. ഇനി ഈ ഫൈൻഡ് ഇത് കിട്ടിയത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടിയതായിരിക്കും, ഒരു വാലിഡേറ്റ് എലമെന്റിലോട്ട് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അത് പോയിന്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ എലമെന്റിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് എൻഡിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവും. ഇനി ഈഫ് ഫൈൻഡ് ഐറ്റർ ഈക്വൽ ടു മൈ ലിസ്റ്റ് ഡോട്ട് എൻഡ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? കിട്ടിയില്ല എന്നാണ് അർത്ഥം. എൽസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എൽസ് ആണെങ്കിൽ ഫൈൻഡ് ചെയ്തു എന്നാണ് അർത്ഥം അല്ലേ? അതിന്റെ വാല്യൂ ഞാൻ പ്രിന്റ് ചെയ്യാൻ പോകണ്ടോ. വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താണ്? ഇറ്ററേറ്റർ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന്റെ ഓക്കെ സ്റ്റാർ ഫൈൻഡ് ഐറ്റർ എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെർച്ച് ചെയ്യാൻ പോകുന്നത് 999 ആണ്. അപ്പോൾ നോട്ട് ഫൗണ്ട് ആയിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ നോട്ട് ഫൗണ്ട്. പക്ഷേ ഞാൻ 999 പകരം നമ്മൾ ഒരു 45 നമ്മൾ സെർച്ച് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന 999 45 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വരിക. അപ്പോൾ ഫൗണ്ട് ആണ്. ഫൗണ്ട് ചെയ്തതിനു ശേഷം ആ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യാം. അപ്പോൾ 45 നമുക്ക് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക്കലി ഉള്ള ഒരു സെർച്ചിങ് അൽഗോരിതം പറഞ്ഞത്. അപ്പോൾ STD ഫൈൻഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് ബേസിക് ആയുള്ളതിൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ പറ്റും, empty ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ വെക്ടറിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈഫ് empty ലിസ്റ്റ്, ഓക്കെ empty ലിസ്റ്റ് എഴുതി. എൽസ് ആണെങ്കിൽ ഓക്കെ നോട്ട് empty ആണെങ്കിൽ എനിക്ക് അതിൻ്റെ എന്ത് ചെയ്യണം? സൈസ് കൂടി പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മൈ ലിസ്റ്റ് ഡോട്ട് സൈസ് എന്ന് വെച്ച് കോൾ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സൈസ് കൂടി പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ empty അല്ലെങ്കിൽ അതിൻ്റെ സൈസ് നമുക്ക് പ്രിന്റ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ കോൾ ചെയ്തു. അപ്പോൾ നോട്ട് empty ആണ്, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ ലിസ്റ്റ് മൊത്തം നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ലിസ്റ്റ് ഡോട്ട് ക്ലിയർ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ക്ലിയർ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് വീണ്ടും നമുക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ക്ലിയർ എന്ന് പറഞ്ഞ് കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ empty ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കിട്ടി. നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? empty ലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്താണ് നമ്മുടെ STD ലിസ്റ്റ്
അല്ലെങ്കിൽ STL കണ്ടെയ്നറിൽ ലിസ്റ്റ് എന്ന് പറയുന്ന എന്താ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എപ്പോഴാണ് നമ്മൾ ഈ STD ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി വെക്ടർ എന്ന് പറഞ്ഞൊരു കണ്ടെയ്നർ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ മേലെ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കൊരു യൂസ് കേസ് വരികയാണ്. നമുക്ക് ഇൻസേർഷനും ഡിലീഷനും കുറേ സമയത്ത് വരും. സെർച്ചിങ് ഒക്കെ വളരെ കുറവ് സമയത്ത് വരുന്നത്. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവ് സമയങ്ങളിൽ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റിയൊരു ബെറ്റർ ആയിട്ടുള്ളൊരു കണ്ടെയ്നർ എന്ന് പറയുന്നത് ലിസ്റ്റ് ആയിരിക്കും. ഇൻസേർഷനും ഡിലീഷനും വളരെ കൂടുതലാണ് വിചാരിക്കുക. ഓക്കെ, നമ്മൾ കുറേ സമയം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, കുറേ തവണ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറേ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യേണ്ടതല്ല, കുറേ കാര്യങ്ങൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം, ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു കണ്ടെയ്നർ എന്ന് പറയുന്നത് ഏതാണ്? STD ലിസ്റ്റ് ആണ്. ബിക്കോസ് ഇത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇൻസേർഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതായത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഏതാണ് എലമെന്റ് ആണെന്ന് വെച്ചാൽ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വെക്ടറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ ഡൈനാമിക് അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ച് പുതിയ മെമ്മറി അതിന് അലോക്കേറ്റ് ചെയ്തിട്ട് അതിനൊരു മെമ്മറി ഓവർഹെഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിൽ STD വെക്ടറിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ മെമ്മറി സ്പേസ് അത് കൺസ്യൂം ചെയ്യും. അതിൻ്റെ ഒരു 2 പവർ വെച്ചിട്ടാണ് അതിൻ്റെ മെമ്മറി കൺസപ്ഷൻ കൂടിയെന്നിരിക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 8 എണ്ണമാണ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അത് ചിലപ്പോൾ 16 എണ്ണം വരെ ചിലപ്പോൾ അത് എന്ത് ചെയ്യും, റിസർവ് ചെയ്ത് വെക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം, എന്താണ് അതിൻ്റെ പെർഫോമൻസ് ഇഷ്യൂസ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് STD ലിസ്റ്റാണ്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഇൻസേർഷനും ഡിലീഷനൊക്കെ വളരെ കുറവാണ്. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് മെമ്മറി, അതായത് എലമെന്റ് നമുക്ക് ആക്സസ് ചെയ്യുന്നത് വളരെ കൂടുതലാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറാണ് STD വെക്ടർ. ഓക്കെ, അപ്പോൾ ഈ 2 സിനാരിയോ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ഡാറ്റ സ്ട്രക്ചറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ STD ലിസ്റ്റും STD വെക്ടറും ഒക്കെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ യൂസ് കേസ് വെച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷേ നമ്മൾ ചെറിയൊരു ആപ്ലിക്കേഷൻസിലൊക്കെ ആണെങ്കിൽ രണ്ടിലും വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. നമ്മളിതെല്ലാം ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ഇതിലാണ് നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് ഇഷ്യൂ ഒക്കെ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി നമുക്ക് ഏത് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്താലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. STD ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടെയ്നർ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. എന്തിനാണത് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക.